Hi dears, welcome to Easy Literature. Today I am going to talk about Giovanni Boccaccio and Francisco Petrarch. They were the two writers in Middle English period. ബൊക്കാഷ്യയും പെട്രാർക്കിനെയും നമ്മൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ സ്റ്റുഡൻസിന് വളരെയധികം ഫെമിലിയർ ആണ്. ബൊക്കാഷ്യയുടെ ഡെക്കാമറോണും പെട്രാർക്കിൻ സോണറ്റും. സോ നമുക്ക് ബൊക്കാഷ്യയെ കുറിച്ച് നോക്കാം. Giovanni Boccaccio 1313 to 1375. First great writer of prose in any modern language, initiated several literary forms. Filocolo is the first Italian prose romance. Filostretto is the first Italian verse romance other than those written by the minstrel. He also wrote the first Italian idyll. So, ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോസ് റൈറ്ററാണ്. ഒരുപാട് ലിറ്റററി ഫോംസ് ഒക്കെ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഇറ്റാലിയൻ പ്രോസ് റൊമാൻസ് ആണ് ഫിലോക്കോള. അതുപോലെ ഫിലോസ്ട്രേറ്റോ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഇറ്റാലിയൻ വേഴ്സ് റൊമാൻസ് ആണ്. ഫിലോസ്ട്രേറ്റ് ഇൻസ്പയർ ചെയ്ത് എഴുതിയിട്ടുള്ളതാണ് ചോസറിൻ്റെ ട്രോയിലസ് ആൻഡ് ക്രിസൈഡ്. ദെൻ അദ്ദേഹമാണ് ഫസ്റ്റ് ഇറ്റാലിയൻ ഇഡിൽ എഴുതിയിട്ടുള്ളത്. ഇഡിൽ എന്ന് പറഞ്ഞാൽ പിക്കാറസ്ക് രീതിയിൽ റസ്റ്റിക് ലൈഫിനെ കുറിച്ചൊക്കെ എഴുതുന്നതിനെയാണ് ഇഡിൽ എന്ന് പറയാം. ഹി ഓൾസോ റോട്ട് ദ ഫസ്റ്റ് ഇറ്റാലിയൻ ഇഡിൽ. Then Tisade is a poem on the story of Theseus, Palamon and Arcite, retold by Chaucer, Shakespeare, etc. സോ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു വർക്കാണ് തിസൈഡ് എന്ന് പറഞ്ഞ പോം. അതിലെ ക്യാരക്ടേഴ്സ് ആണ് തീഷ്യസ്, പാലമൺ ആൻഡ് ആർക്കൈറ്റ്. സോ ചോസറിൻ്റെ കണ്ടംപററി നൈറ്റ് സ്റ്റൈലിൽ പാലമണിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു പോം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള വർക്കാണ് ചോസറിൻ്റെ കണ്ടംപററി ടൈൽസ്. അതുപോലെ ഷേക്സ്പിയറും ഫ്ലെച്ചറും കൂടെ കൊളാബറേറ്റ് ചെയ്ത് എഴുതിയിട്ടുള്ള ടു നോബിൾ കിൻസ്മെൻ എന്ന് പറഞ്ഞ വർക്ക്, അതും ഈ ഒരു പോം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് എഴുതിയിട്ടുള്ളതാണ്. ദെൻ റോട്ട് എ ലൈഫ് ഓഫ് ഡാൻഡെയുടെ ബയോഗ്രഫി എഴുതിയിട്ടുണ്ട്. റോട്ട് സെവറൽ എൻസൈക്ലോപീഡിക് വർക്ക്സ് ഇൻ ലാറ്റിൻ വിച്ച് വർ വൈഡ്ലി റീഡ് ഇൻ ഇംഗ്ലണ്ട്. ദെൻ പ്രോബബ്ലി ഇൻവെൻറ്റഡ് ഒറ്റവ റിമ ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത് ബൊക്കാഷ്യയാണെന്ന് പറയപ്പെടുന്നു. ദെൻ ബൊക്കാഷ്യയുടെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഡെക്കമറോൺ 1349 to 53. ഇറ്റ് ഈസ് എ നറേറ്റീവ് പ്രോസ് ഫിക്ഷൻ. ഫ്ലോറന്റൈൻ ഡയലക്റ്റിലാണ് എഴുതിയിട്ടുള്ളത്. അതുപോലെ ഹ്യൂമൻ കോമഡി, ഹ്യൂമൻ ഇൻ്റലിജൻസ് എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഒരു വർക്കിനെ. ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് 1348 ബ്ലാക്ക് ഡെത്ത്, പ്ലാഗാണ്. 100 സ്റ്റോറീസ് ടോൾഡ് ഓവർ 10 days. 10 ദിവസത്തിൻ്റെ ഉള്ളിൽ പറഞ്ഞ 100 കഥകളാണ്. 7 young women and 3 young men flee Florence during the Black Death and take refuge for 2 weeks in the countryside. 7 വുമണും അതുപോലെ 3 മെന്നും എന്ത് ചെയ്യാണ്, ഫ്ലോറൻസിലെ കൺട്രി സൈഡിലേക്ക് മാറി നിൽക്കുകയാണ് ഈ ഒരു ബ്ലാക്ക് ഡെത്തിൻ്റെ സമയത്ത്. ദെൻ ദേ സ്പെൻഡ് ഹോട്ട് ആഫ്റ്റർനൂൺസ് ടെല്ലിംഗ് സ്റ്റോറീസ്. ആഫ്റ്റർനൂണിൽ ഇവരെന്ത് ചെയ്യും, സ്റ്റോറീസ് പറഞ്ഞ് സമയം സ്പെൻഡ് ചെയ്യും. സോ ഈച്ച് ഡേ ദ ഗ്രൂപ്പ് സെലക്ട്സ് എ കിങ് ഓർ ക്യൂൺ ഹു ഡിറ്റർമിൻസ് ദ ജനറൽ തീം ഓഫ് സ്റ്റോറീസ് ഓഫ് ദാറ്റ് ഡേ. സോ ഓരോ ദിവസം ഒരു കിങ്ങിനെയോ അല്ലെങ്കിൽ ക്യൂണിനെയോ സെലക്ട് ചെയ്യും. അതായത് അവരിൽ നിന്ന് ആരെങ്കിലും സെലക്ട് ചെയ്തിട്ട് അവരാണ് എന്ത് ചെയ്യുക, അന്നത്തെ സ്റ്റോറിയുടെ തീം ഡിറ്റർമിൻ ചെയ്യുക. കമ്മിങ് ടു ദ തീം ഓഫ് ദ വർക്ക്, it shows the complexity of human beings. It shows their helplessness before the forces of nature. It gives a total view of Italian society. Characters are from many walks of life, especially from the merchant classes and clergy. The book celebrates the quick-wittedness as necessary for success in life. So, ഈ ഒരു ഡെക്കമറോൺ എന്ന വർക്കിലൂടെ അദ്ദേഹം ഇറ്റാലിയൻ സൊസൈറ്റിയുടെ ഒരു ടോട്ടൽ വ്യൂ തന്നെ കാണിക്കുന്നുണ്ട്. അതായത് അന്നത്തെ ഹ്യൂമൻ ബീങ്സിൻ്റെ കോംപ്ലക്സിറ്റീസും അതുപോലെ ഇറ്റാലിയൻ സൊസൈറ്റിയിൽ നിലനിന്നിരുന്ന ലവ്ലെസ് മാരേജിനെ കുറിച്ചും ലവ്, ഫോർച്യൂൺ, ഇൻ്റലിജൻസ്, ഇത് മൂന്നുമായിരുന്നു പ്രധാനപ്പെട്ട തീം. ക്യാരക്ടേഴ്സ് മെർച്ചൻ്റ് ക്ലാസ്സസിൽ നിന്നും ക്ലർജിയിൽ നിന്നുള്ളതായിരുന്നു. പീപ്പിൾ ക്യാൻ ബി ഹാപ്പി, പ്രോസ്പെറസ് ആൻഡ് ക്രിയേറ്റീവ് ഈവൻ ഇൻ ദ വേഴ്സ്റ്റ് സിറ്റുവേഷൻസ്. അതായത് എത്ര വേഴ്സ്റ്റ് സമയത്തായാലും നമുക്ക് ഹാപ്പി ആയിരിക്കാൻ പറ്റും അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയി ഇരിക്കാൻ പറ്റും എന്നും കൂടെ ഡെക്കമറോൺ എന്ന വർക്ക് കാണിക്കുന്നുണ്ട്. കമ്മിങ് ടു ദ ഫ്രാൻസിസ്കോ പെട്രാർച്ച് 1304 to 1374. He is the close friend of Boccaccio, influential scholar who was crowned the poet laureate in Rome, traveled widely to discover manuscripts of works by classical writers, father of feminism എന്നറിയപ്പെടുന്നതിൽ പെട്രാർക്കിനെ ക്ലാസിക്കൽ റൈറ്റേഴ്സ് ഒക്കെ തേടിയിട്ട് ഒരുപാട് യാത്രകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇൻഫ്ലുവൻഷ്യൽ സ്കോളറാണ്, പോയറ്റ് ലോറിയേറ്റ് ആണ്. Established that there is no essential conflict between classical and Christian thought, fell in love with Laura, whose beauty he describes throughout his poetry. This later takes on a Christian dimension. Works by Petrarch. Wrote more than 400 poems, mostly sonnets in Italian. Italian sonnets ആണ് 400-ലധികം പോംസ് എഴുതിയിട്ടുണ്ട്. Then 366 of these are in the sonnet sequence Canzoneri എന്ന
സോണറ്റ് സീക്വൻസിലാണ്. അതിൽ 366 പോംസും എഴുതിയിട്ടുള്ളത്. ദെൻ ഫെമിലിയർ ലെറ്റേഴ്സ് ഇസ് വൺ ഓഫ് ദ മെനി വോളിയൂം ഓഫ് ലെറ്റേഴ്സ് എപ്പിസ്റ്റേറ്റസ് റിട്ടൺ ബൈ പെട്രാർക്ക് ഇൻ ലാറ്റിൻ. അദ്ദേഹത്തിൻ്റെ ഫെമിലിയർ ലെറ്റേഴ്സ്, ഒരുപാട് ലെറ്റേഴ്സ് എഴുതിയിട്ടുള്ള ഫെമിലിയർ ലെറ്റേഴ്സ് അദ്ദേഹത്തിൻ്റെ വർക്കാണ്. ദെൻ പ്രധാനമായിട്ടുള്ള തീംസ് പറയുന്നത് ബ്യൂട്ടി ഓഫ് ലോറ. നമ്മൾ നേരത്തെ പറഞ്ഞു, ലോറയുടെ ബ്യൂട്ടി ഡിസ്ക്രൈബ് ചെയ്യുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പോയട്രി. അതുപോലെ ദ ഹൗണ്ടിങ് സെൻസ് ഓഫ് ദ പാസേജ് ഓഫ് ടൈം, ദ വാനിറ്റി ഓഫ് എർത്ത് എൻഡവേഴ്സിൻ്റെ വാനിറ്റിയെ കുറിച്ച്, അതുപോലെ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ സ്പിരിച്വൽ ആൻഡ് എർത്ത്ലി വാല്യൂസിൻ്റെ കോൺഫ്ലിക്ട്സ്. Then coming to the Petrarchan or Italian sonnet, the sonnet originated in Italy in the 13th century. Petrarch perfected the sonnet, 14 lines of iambic pentameter divided into an octave and a sestet, then caesura in between. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇറ്റലിയിലാണ് പെട്രാർക്കൻ സോണറ്റ് അല്ലെങ്കിൽ സോണറ്റിൻ്റെ ഒറിജിന് എന്ന് പറയുന്നത് ഇറ്റലിയാണ്. അതായത് സോണറ്റ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ള ഇറ്റലിയിലാണ്. പെട്രാർക്കാണ് അത് പെർഫെക്റ്റ് ചെയ്തിട്ടുള്ളത്. 14 ലൈൻസ് ഓഫ് ഐംബിക് പെൻറ്റാമീറ്റർ ആണ്. ഒക്ടേവും സസ്റ്റേറ്റും ആയിട്ടാണ് പെട്രാർക്കൻ സോണറ്റ്. പക്ഷേ ഷേക്സ്പിയറിയൻ സോണറ്റ് എങ്ങനെയാണ്? ക്വാർട്ടേറിയൻസ് ആയിട്ടാണ്. ദെൻ റൈമിംഗ് സ്കീം എന്ന് പറഞ്ഞ് ABBA, CDC or CDE. Employed artificial love theme and Petrarchan conceit. Far-fetched images, idealized and exaggerated comparisons applied to the disdainful mistress, cold, cruel and beautiful, and to the distress of her worshipful lover. ഒരുപാട് ആർട്ടിഫിഷ്യൽ ലവ് തീംസും അതുപോലെ പെട്രാർക്കൻ കൺസീറ്റ്സും ഒക്കെ അദ്ദേഹത്തിൻ്റെ സോണറ്റിൽ കാണാൻ പറ്റും. ഫാർഫെച്ചഡ് ഇമേജസ്. സോ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഫീച്ചേഴ്സ്. So that was all for today's video. I hope you found the video useful. If you found it useful, then do like it and share with your friends. I will back soon with a new video. Till then, stay tuned.